ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം യെരമ്യാ പ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ തിരുവചനം. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിങ്ങ ആയിത്തീർന്നു. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവ് ഇസ്രായേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ടമായ മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, എന്നാൽ നീ എങ്ങനെയാണ് കാട്ടുമുന്തിരിങ്ങയായി മാറിയത്? ഇതിനെക്കുറിച്ച് വിശുദ്ധനായ എഫ്രേം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നടുവാൻ വരുന്ന വ്യക്തി തെറ്റില്ല. തെറ്റുന്നത് മനുഷ്യഹൃദയം വഴിമാറുമ്പോഴാണ്. ഹൃദയം തെറ്റുമ്പോൾ വള്ളി കാട്ടുവള്ളിയായി മാറുന്നു. ദൈവം നടുന്ന വിത്തിൽ തെറ്റില്ല. യഥാർത്ഥമായ വിശിഷ്ടമായ മുന്തിരിച്ചെടിയായിട്ടാണ് കർത്താവ് ദൈവം നമ്മെ ഓരോരുത്തരെയും നടുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയം വഴിതെറ്റി പോകുമ്പോൾ, വഴിമാറി പോകുമ്പോഴാണ് അതിന്റെ ഫലം കർത്താവ് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിന്ന് നേരെ വിപരീതമായ അവസ്ഥ രൂപാന്തരപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ഹൃദയം തെറ്റുമ്പോഴാണ് വള്ളി കാട്ടുവള്ളിയായി, കാട്ടുമുന്തിരിങ്ങയായി മാറ്റപ്പെടുന്നത്. അവിടെ പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിന് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, എന്റെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിക്കണമേ. നീ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റാത്ത മുന്തിരിച്ചെടിയായി ഞാൻ മാറിയിട്ടുണ്ടോ? നീ ആഗ്രഹിക്കുന്ന സൽഫലങ്ങൾ എനിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുമോ? എന്താണ് എന്റെ പ്രശ്നം? അതിനെ കണ്ടെത്തി അതിനെ പരിഹരിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുക എന്നൊക്കെ വേണം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.